നമ്മുടെ നീലഗിരിയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞങ്ങൾ ചെറിയൊരു റൈഡ് പോണത്. ഞാനും ലബിയും റിസ്വാനും ഞങ്ങൾ 3 പേരടങ്ങുന്ന ഒരു ടീമാണ് പോണത്. ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ്. ഏകദേശം നാടുകാണി വന്ന് 16 കിലോമീറ്റർ ആണ് ഈ ഒരു ഗ്രാമത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഗ്രാമത്തിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് മനസ്സിലാവും, കുറേ ആൾക്കാർക്ക് മനസ്സിലാവില്ല. പേര് പാക്കണ എന്നാണ്. പാക്കണക്ക് പോണത് ഒരു അടിപൊളി റൂട്ടാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ റോഡൊക്കെ ഉണ്ട്. ചെറിയ റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര മാസ്മരിക ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ റൂട്ടത്തെ കുറച്ച് അടിപൊളി കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ മോനെ പൊളി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പൊളി ലൊക്കേഷൻ. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാവുന്നുള്ളത്. ഒരു രക്ഷയില്ല, കിടില റൂട്ടാണ്. റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തായാലും വന്ന് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്ത് പോകേണ്ട ഒരു അടിപൊളി സ്ഥലമാണ്. പിന്നെ ഈ ഒരു റൂട്ട് പാക്കണ എത്തുന്നതിന് മുമ്പ് 1-2 പ്രധാനപ്പെട്ട ചെറിയ ടൗണുകളും കൂടി നമുക്ക് കവർ ചെയ്ത് പോകാണ്ട്. അതിൽപ്പെട്ട ഒരു ടൗണാണ് ഉപ്പട്ടി, മറ്റേ ടൗണാണ് കരിയശോല. ഈ 2 ടൗൺ ഇത് കവർ ചെയ്തിട്ട് വേണം നമ്മൾ പാക്കണ എന്ന് പറയുന്നത് ഏകദേശം ലാസ്റ്റ് വില്ലേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പക്ക ഫോറസ്റ്റ് ആണ്. ഞാനീ പോണതൊക്കെ ഏകദേശം ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ്. രാത്രി ആയി കഴിഞ്ഞാലും പകൽ സമയത്തും ആനകളൊക്കെ പൂന്ത് വിളയാടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ വഴിയിൽ വരാൻ. എൻ്റെ ബാക്കിലൊക്കെ കണ്ടെങ്കിൽ ഓ എൻ്റെ മോനെ എന്തുമാതിരി രസമുള്ള റൂട്ടാണോ. ഓ ഒരു രക്ഷയില്ലാത്ത പൊളി. ഒക്കെ ഞാൻ തേയിലത്തോട്ടം കാണിച്ചു കേട്ടോ മുമ്പിൽ. ആ തേയിലത്തോട്ടമൊക്കെ എന്തോരു ഭംഗിയുള്ള വ്യൂ ആണെന്നറിയോ. ഞങ്ങൾക്ക് ഇതുവരെ നീലഗിരിയിൽ ഈ ഒരു ഏരിയയിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇത്രയും വൈകിട്ടാണെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ റിസ്വാനെ അറമാദിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് ഇതാ വണ്ടി ഓടിക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച ഉണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. തോട്ടം തൊഴിലാളികളാണ് ഈ ഏരിയയിൽ കൂടുതലും താമസിക്കുന്നത്. ആയിരക്കണക്കിന് വീടുകളുണ്ട്. അവരൊക്കെ കൂടുതലും തോട്ടം തൊഴിലാളികളാണ്. തേയില നുള്ളും കാപ്പി നുള്ളിലൊക്കെ ആയിട്ടാണ് അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത്. പിന്നെ കന്നുകാലി മേക്കൽ കാര്യങ്ങളെ കണ്ട് അങ്ങനെ വേറെയും ചെറുകിട വരുമാനം വേറെയുണ്ട്. അങ്ങനെ കുറച്ച് നല്ല മനുഷ്യർ ജീവിക്കുന്ന കുറച്ച് അടിപൊളി മനോഹരമായുള്ള കുറച്ച് സ്ഥലങ്ങൾ. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ്റെ കറക്റ്റ് വീഡിയോ നമുക്ക് അവിടെ എത്തിയിട്ട് കറക്റ്റായിട്ട് കാണാം. ആ ഒരു മലയൊക്കെ കണ്ടെങ്കിൽ എന്താ അതിൻ്റെ ഭംഗി എന്നറിയോ. ഈ ഫോട്ടോയിലോ വീഡിയോയിലോ കാണുമ്പോഴൊന്നും അതിൻ്റെ കറക്റ്റ് ഒരു ആംബിയൻസ് നിങ്ങൾക്ക് കിട്ടൂല. ഇപ്പോൾ ഒരു ക്ലൈമറ്റ് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. നല്ല മഴക്കാരൊക്കെ മൂടിയാണ്ട് അതിൻ്റെ അടിയിൽ കൂടെ നല്ല തെളിഞ്ഞ നീലാകാശം കാണാൻ പറ്റുന്ന സീനുണ്ടല്ലോ. അതൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടലുള്ളൂ. പക്ഷെ അത് ഒന്നൊന്നര സീനാണ്. പിന്നെ മഴ പെയ്ത് ചോർന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കോട മൂടുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. കാരണം അത്രയും നല്ലൊരു ഹിൽ സ്റ്റേഷനാണ്. ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്ന ഒരു ഏരിയക്ക് ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇത് തോന്നുന്ന ഏതോ ഒരു ടൗൺ അടുപ്പിച്ചെത്തിയിട്ടുണ്ട്. ആ മല കണ്ടില്ല നിങ്ങൾ? എന്തോ ഒരു ഭംഗിയുള്ള മല അറിയോ. ഒരു രക്ഷയില്ലാത്ത മല കേട്ടോ. ഞാൻ സൂപ്പർ കാണിച്ചേ. ഓ എൻ്റെ മോനെ എന്നാ ഫ്രെയിമാ, ഒരു രക്ഷയില്ല. പാക്കണ വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു പള്ളിയാണത്. നല്ല പഴക്കമുള്ള പള്ളിയാണ് തോന്നുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല പഴക്കമുള്ള പള്ളിയാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് റോക്ക്വുഡ് ജുമാ മസ്ജിദ് പാക്കണം എന്നാണ് ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. എങ്ങനെയുണ്ട് സ്ഥലം, റൂട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി റൂട്ടാണ്, സെറ്റാണ്. പിന്നെ തേയിലത്തോട്ടാണ് മെയിൻ. നല്ല കുന്നും മലകളും ആയിട്ടുള്ള അടിപൊളി നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുപോകുന്ന തോട്ടങ്ങൾ നമ്മളെ ബാക്കിൽ തന്നെ കാണാൻ കഴിയും. അവിടെ നിന്നായിട്ട് ആ റൂട്ടൊക്കെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ നേരെ പാക്കണക്ക് പോവാം. ഈ പള്ളിൻ്റെ അവിടെ നിന്ന് നേരെ ഈ ഒരു ഏരിയയിൽ വന്നാണ്ട് ഞങ്ങൾ 2-3 ആൾക്കാരോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് തമിഴന്മാരല്ല, മലയാളികളാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ജസ്റ്റ് ഒരു യാത്ര ചെയ്ത് പോണ സമയത്ത് കണ്ട ഒരു സംഭവമാണ് നിങ്ങൾക്ക് പറഞ്ഞത്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ അറിയിക്കുക, കമൻറ്റിൽ അറിയിക്കുക. ഇതാണ് ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന വരുമാന മാർഗം. ചപ്പ് നുള്ളുന്ന പരിപാടിയാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ആണ് പാക്കണക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അതിൻ്റെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. മോനെ ഒരു രക്ഷയില്ലാത്ത തേയിലത്തോട്ടം കേട്ടോ. എന്തൊരു ഭംഗി. നമ്മൾ മൂന്നാറിലൊക്കെ കാണുന്ന ഗ്യാപ്പ് റോഡിലൊക്കെ കാണുന്ന മാതിരി നല്ല ഷേപ്പിൽ അടിപൊളി തേയിലത്തോട്ടങ്ങൾ കേട്ടോ. അതും ഈ ഒരു സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ, ഒരു രക്ഷയില്ലാത്ത ലൈറ്റിങ്ങും കാര്യങ്ങളും. ഈ ഒരു ഏരിയ, ഈ റോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു വണ്ടിയൊക്കെ വന്നാലായി.
ഫുൾ ടൈം കാലിയായി കിടക്കണ ഒരു റോഡും നമുക്ക് ഫ്രീ ആയിട്ടാണ് തരികയാണ് ഈ റോഡും ഈ ഒരു ആംബിയൻസും. നമുക്കത് എൻജോയ് ചെയ്താണ്ട് ഇങ്ങനെ റൈഡും കാര്യങ്ങളും ചെയ്താണ്ട് ഇങ്ങനെ പോവാം. എന്തോ ഒരു രസം എന്നറിയോ. എന്താ ഇപ്പം ഇതിനൊക്കെ പറയാം. നമ്മൾ ഇത്രയും കാലം ഇത്രയും അടുത്തുണ്ടായിട്ട്, അതും നമ്മുടെ നാടാണിമക്കൂടിയും ഈ വയനാട് ഭാഗങ്ങളൊക്കെ എത്രയോ ടൈം നമ്മൾ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഈ സമയത്തൊന്നും നമുക്ക് അറിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനൊരു സ്വർഗം ഉണ്ടായിരുന്നു എന്നുള്ളത്. അവിടെ കണ്ടില്ല, ഞാൻ അവിടെ ഒരു കാഴ്ച കാണിച്ചു തരാം. അതൊക്കെ ഒരു പാടികളാണ്. ഓക്കെ, ഇവിടുത്തെ എസ്റ്റേറ്റ് തൊഴിലാളികളിൽ താമസിക്കണ പാടികളാണ് ആ കാണുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണ ഈ ഒരു തേയിലത്തോട്ടം അല്ലല്ലോ, ഈ ഭംഗിയിലെ ഈ തേയിലത്തോട്ടം, ഇതാണ് പാക്കണ റോക്ക് വുഡിൻ്റെ തേയിലത്തോട്ടം എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത തേയിലത്തോട്ടം കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് ഗസ്റ്റും കാര്യങ്ങളൊക്കെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാടുകളിൽ, അതായത് കേരളത്തിൽ എങ്ങനെയാണോ ഓരോ വീടുകളും നിർമ്മിച്ചിട്ടുള്ളത് അതേ സ്റ്റൈലിലും മോഡലിലൊക്കെയാണ് ഓരോ വീടുകളും നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ടെറസിൻ്റെ നല്ല അടിപൊളി വീടുകൾ, അതായത് തമിഴ്നാട് സ്റ്റൈലിൽ ഒരു വീടുകളും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നതേ ഇല്ല. കണ്ടില്ലേ, ഓരോ വീടും ഒന്നൊന്നല്ല, ഇവിടെ ഏകദേശം 100 കണക്കിന് വീടുകളും ഒരു ഇഷ്ടം പോലെ കുടുംബക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, പാക്കണ, ഇതാണ് പാക്കണ എന്ന് പറയുന്ന കറക്റ്റ് എക്സാക്റ്റ് പ്ലേസ്. പാക്കണ എസ്റ്റേറ്റാണ് ഈ കാണുന്നത്. ഈ പാക്കണ ടൗൺ എന്ന് പറയുന്ന സംഭവം കുറച്ച് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇവിടുത്തെ വീടാണ് ഇന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ സംഭവം. ഇതാണ് നമ്മുടെ പാക്കണ ടൗൺ എന്ന് പറയുന്ന സംഭവം. ഇവിടെ ഞങ്ങൾക്ക് 1-2 സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കും വേണം. ഫസ്റ്റ് ഇതാണ് പാക്കണ ടൗൺ. കണ്ടില്ല, നമ്മൾ ഉൾനാടൻ കേരളത്തിൽ കാണുന്ന അതേ സ്റ്റൈലാണ് ടൗണും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇല്ല, ഒറ്റ ടീമില്ല. കണ്ടില്ലേ, അവിടുത്തെ സ്കൂളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പാക്കണ ടൗണിൽ കൂടെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികളെ അടിപൊളിയാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ, നമ്മുടെ ഒരു ഉൾനാടൻ കേരളത്തിലെ ഓരോ ഗ്രാമങ്ങൾ എങ്ങനെയാണോ അതേപോലെ കറക്റ്റ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകദേശം 1000-ഓളം കുടുംബങ്ങളും മലയാളി കുടുംബങ്ങളാണെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് പാക്കണ വന്നപ്പോൾ പാക്കണയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. ഈ പാക്കണിയിൽ പ്രധാനപ്പെട്ട ഒരു 2-3 സെലിബ്രിറ്റികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളെ വീടിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾക്ക്. ആ പുള്ളിക്കാരനെ എന്നെ ഓക്കെ പുള്ളിക്കാരനെ നമ്മൾ മനസ്സിലായിട്ടില്ല, പക്ഷേ ഞങ്ങൾ മുൻപ് പരിചയമുണ്ട്, നല്ല പരിചയമുണ്ട്. ഒരു ദിവസം ഇവിടെ നിന്നാണ്ട് ഫുള്ള് ഞങ്ങൾ ഈ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറിയാണ്ട് ഫുള്ള് സംഭാഷണവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ദിവസം ഫുള്ള് കമ്പനി ആയതാണ്. അപ്പോൾ മൂപ്പർക്ക് അറിയില്ല ഞങ്ങളെ വന്നിട്ട് സർപ്രൈസ് ആയിട്ട് വന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് മൂപ്പര് പ്രതികരണം ഉണ്ടെന്ന് കൂടി നോക്കാം നമുക്ക്. വെറുതെ പോയപ്പോൾ കൂടെ ഇങ്ങനെ കറങ്ങി ഇതിലിങ്ങനെ ഇറങ്ങിയതാ. അപ്പോൾ ഡ്രസ് ഇട്ടിട്ട് മിഞ്ഞാന്ന് പൂച്ചക്കുട്ടീനെ പേടിപ്പിക്കുന്നു അല്ലേ? പിന്നെ എന്തൊക്കെയാ മറ്റേ വർത്താനം? ഞാന് കഞ്ഞി കുടിച്ച ദിവസം കിടക്കാൻ ചെയ്ത് കുറച്ച് ഇല്ലല്ല, അത് കുഴപ്പമില്ല. 3 മണിക്ക് കിടന്നു, 1 മണിക്കൂർ ഇറങ്ങിയാണ്. അപ്പോൾ നിങ്ങൾ വന്നു. അപ്പോൾ ഇതാണ് നമ്മളെ പാക്കണൻ്റെ ഓരോ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഒരു വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളൊക്കെ കണ്ടത്. ഇനി ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. പാക്കണ വരുമ്പോൾ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു 2-3 പ്രധാനപ്പെട്ട വ്ളോഗർമാരുണ്ട്. ഒന്ന് നമ്മളെ ബക്കറാക്ക, നമ്മളെ ഇസ്മായിൽ, ഒന്ന് നമ്മളെ ബാവ അറിയണ താടിക്കാരൻ ബാവ. ഇവരൊക്കെ കണ്ടിട്ട് വേണം ഇവിടെ വരുമ്പോൾ പോവാൻ, ഇവിടുന്ന് മടങ്ങാൻ. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ വന്നേക്കാരാ ഇവിടെ. ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സ്ഥലവും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് വണ്ടി എന്ന കുറെ മറ്റേ സ്ഥലം നമുക്ക് കാണാൻ പറ്റില്ല. കുറെ ഒളിഞ്ഞിരിക്കുന്ന കുറെ രസമുള്ള സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നാട്ടിലത്തെ ആൾക്കാർ വേണം, അതും ബ്ലോഗർമാർ കൂടി ആകുമ്പോൾ എല്ലാ മുക്കിലും ഏത് ഏരിയ വേണമെങ്കിലും ബക്കറാക്ക കൊണ്ടുപോയി കാണിച്ചു തരും. ബക്കറാക്കാനെ വിളിച്ചാൽ മതി. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ
പാക്കടയുടെ വിശേഷങ്ങൾ.